ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, എൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട UDF-ന്റെ കരുത്തുറ്റ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാർ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നേതാവിന് മുമ്പിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് പറയട്ടെ. 100-ലേറെ സീറ്റുമായി നമ്മൾ അധികാരത്തിൽ വരാൻ പോവുകയാണ്. അതിന്റെ നായക സ്ഥാനത്ത് അഭിമന്യനായ ശ്രീ വി ഡി സതീശൻ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയം. ഞാൻ അങ്ങേക്ക് മുമ്പിൽ ഞങ്ങളുടെ നാടിനു വേണ്ടി 2 കാര്യങ്ങൾ മാത്രം സമർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒന്ന്, ഞങ്ങളുടെ നഗരത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച ഒരു വലിയ പ്രോജക്റ്റ് ഇടതുപക്ഷ സർക്കാരിന്റെ CPIM-ന്റെ നയനിലപാടുകളുടെ ഏറ്റവും വലിയ പാപ്പരത്തം കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോയ ഒരു ബൈപ്പാസ് ഉണ്ട്. അത് ഓറോടംപാലം മാലത്തുമംഗലം ബൈപ്പാസ്. UDF അധികാരത്തിൽ വരുമ്പോൾ അങ്ങേക്ക് മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നത് ആ ബൈപ്പാസ് അങ്ങ് സാധിപ്പിച്ചു തരണം എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ന് കുട്ടികൾ മുഴുവനും മൈഗ്രേഷൻ നടത്തുമ്പോൾ നമ്മുടെ കുട്ടികളെ ഈ നാട്ടിൽ നിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ പേരാണ് ശ്രീ വി ഡി സതീശൻ. അങ്ങ് ആ പ്രവർത്തനം നടത്തുമ്പോൾ കൊച്ചി പോലെ, കോഴിക്കോട് പോലെ, തിരുവനന്തപുരം പോലെ ഞങ്ങളുടെ കുട്ടികൾക്ക് അങ്ങ് ഒരു IT പാർക്ക് നൽകണം എന്നതാണ് എന്റെ രണ്ടാമത്തെ. മൂന്നാമത്തെ കാര്യം, എന്റെ സഹോദരിമാർക്ക് വേണ്ടി ഞങ്ങളിവിടെ 3 വർഷമായി സ്കെയിൽ അപ്പ് കോൺക്ലേവ് നടത്തുന്നു. പുതിയ ഓൺട്രപ്രണേഴ്സിനെ സൃഷ്ടിക്കാൻ, സംരംഭകരെ സൃഷ്ടിക്കാൻ ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് 3000-ഓളം പുതിയ സംരംഭകരെ ഞങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങയോട് ഒരഭ്യർത്ഥന കൂടി ഞാൻ വെക്കുകയാണ്. എന്റെ നിയോജക മണ്ഡലത്തിലെ 6 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുമായി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് 10,000 വനിതകൾക്ക് ജോലി നൽകുന്ന 100 സംരംഭങ്ങൾ ഞങ്ങൾക്ക് വേണം. അതങ്ങ് സാധിച്ചു. ഈ 3 കാര്യങ്ങളും ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവിനോടല്ല, മെയ് 4-ന് അധികാരമേൽക്കുന്ന UDF സർക്കാരിന്റെ നേതാവിനോട്. നമുക്ക് ഈ ഉജ്ജ്വലമായ രാഷ്ട്രീയ പോരാട്ടം നയിച്ച് നമ്മൾ പെരിന്തൽമണ്ണയിൽ പുതുയുഗ യാത്രയ്ക്ക് നൽകിയ ഉജ്ജ്വലമായ സ്വീകരണം ഞാൻ അനുസ്മരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ പിണറായി വിജയനോട് മുഖാമുഖം പോരാടി ധീരമായ നിലപാടെടുത്ത് മുട്ടുമടക്കാതെ, ഒരിഞ്ച് വിട്ടുകൊടുക്കാതെ ഞങ്ങളെ നയിച്ച പ്രിയ നായകൻ ശ്രീ വി ഡി സതീശൻ, അദ്ദേഹത്തിന്റെ എല്ലാ ശക്തിയും ഈ കേരളത്തിന്റെ ജനങ്ങളുടെ ശബ്ദത്തിന്റെ കരുത്താണ്. ഞങ്ങൾ പെരിന്തൽമണ്ണക്കാർ അഭിമാനിക്കുന്നു. UDF അധികാരത്തിൽ വരും, അതിലൊരു സംശയവുമില്ല. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും, അതിലൊരു സംശയവും ഞങ്ങൾക്കില്ല. കേരളം മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ പെരിന്തൽമണ്ണ അതിന്റെ മുന്നിൽ നടക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു. ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലെ പ്രായമുള്ളവർ, ഞങ്ങളുടെ നാട്ടിലെ ഒരുപാട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ, അവർക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതിന് ഞങ്ങളിട്ട പേര് ഗോൾഡൻ സപ്പോർട്ട് എന്നാണ്. 70 കഴിഞ്ഞ പ്രായമുള്ളവരെ ഹാപ്പിനെസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഗോൾഡൻ സപ്പോർട്ടിന് കൂടി അങ്ങയുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ഒരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പൊതുസമ്മേളനങ്ങൾ അവസാനിപ്പിക്കുകയാണ്. വരുന്ന 4-5 ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്നോടെ ബൈക്ക് റാലികളില്ല, പൊതുസമ്മേളനങ്ങളില്ല. നമ്മളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ അവരവരുടെ ബൂത്തിലാണ് ഉണ്ടാകുന്നത്. നേതാക്കളും അണികളും ഇനിയില്ല, എല്ലാവരും ഒരുപോലെ. ഞങ്ങൾ ഇന്നലെ തീരുമാനിച്ചത്, UDF-ന്റെ നേതാക്കന്മാർ എല്ലാവരും ഇവിടെയുണ്ട്. ഞങ്ങൾ തീരുമാനിച്ചത് എല്ലാവരും അവരവന്റെ ബൂത്തിലേക്ക് തിരിച്ചു പോകുന്ന
രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ നടത്തുന്നു. പെരിന്തൽമണ്ണ ഇന്നോളം കാണാത്ത UDFന്റെ അലകടലായ ഒരു വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ബഹുമാന്യരായ പ്രതിപക്ഷ നേതാവിന്റെ, ബഹുമാന്യരായ ഞങ്ങളുടെ നേതാക്കന്മാരുടെ, പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നായകന്മാരുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് പെരിന്തൽമണ്ണ എണ്ണിക്കടങ്ങിയ 100 സീറ്റിലേക്ക് എടുത്തു വെച്ചോളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്നതിലേക്ക് കോണി അടയാളത്തിൽ വിളിയാറി വോട്ടുകൾ നൽകണമെന്നും ഇനിയുള്ള ദിവസം വിശ്രമമില്ലാതെ കൂടെ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ച് 9-ാം തീയതിയാണ് കല്യാണം. അതുവരെ കല്യാണം വിളിയാണ്. ആ ദിവസമാണ് എല്ലാവരെയും വിളിച്ചു ചേർത്ത് സദ്യ ഒരുക്കേണ്ടത്. അത് മറന്നുപോകാതെ ആ ദിവസം അവസാനത്തെ വ്യക്തിയെയും ബൂത്തിലെത്തിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. മുഹമ്മദ് റഫീഖ് എന്ന ഒരു മുതലിക്കുട്ടി ലഭിച്ചവർ